ലോകത്തുള്ള സർവ്വ നന്മകളും നിനക്കുണ്ടെങ്കിലും 1000 കൊല്ലം നീ നിസ്കരിക്കുകയും ഉഹദ് മലയോളം നീ സ്വർണം ദാനം ചെയ്യുകയും നീ ജീവിച്ച വർഷം മുഴുവൻ ഹജ്ജ് ചെയ്യുകയും ഒരു ദിവസം പോലും ഒഴിവാക്കാതെ നോമ്പെടുക്കുകയും എല്ലാ ഇബാദത്തുകളും നീ ചെയ്യുകയും ഉറക്കമില്ലാതെ നീ 1000 കൊല്ലം അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ശിർക്ക് ചെയ്തുകൊണ്ടാണ് നീ അള്ളാഹുവിന്റെ അടുത്തെത്തുന്നത് എങ്കിൽ ആ നന്മകളിൽ ഒന്നുപോലും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. നിസ്കരിച്ചിട്ട് കാര്യമില്ല, നീ നോമ്പെടുത്തിട്ട് കാര്യമില്ല, നീ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, നീ സദഖ ചെയ്തിട്ട് കാര്യമില്ല, അള്ളാഹു സ്വീകരിക്കുകയില്ല. സഹോദരങ്ങളെ, ശിർക്കിനോളം ഗുരുതരമായ മറ്റൊരു തിന്മയില്ല. സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹു അല്ലാത്തവരോട് തേടുക എന്ന്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന്, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുക എന്ന്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുക എന്ന് ഇബാദത്തായി, ആരാധനയായി സ്ഥിരപ്പെട്ട എന്തൊരു കാര്യമുണ്ടോ, ഏതൊരു ഇബാദത്തുണ്ടോ, അത് അള്ളാഹു അല്ലാത്ത ഒരാൾ നൽകിയാൽ അവൻ മുശ്രിക്കാൻ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അള്ളാഹുവിനെ ധിക്കരിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത തിന്മ ശിർക്കാണ്. അതുപോലെ ഒരു തിന്മ ഭൂമിക്ക് മുകളിൽ ഒരാൾക്കും സാധിക്കുകയില്ല. ശിർക്കിനോളം കടുത്ത ഒരു തിന്മയില്ല. ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശം നിങ്ങൾ സൂറത്തുൽ ലുഖ്മാനിൽ കാണാം. ലുഖ്മാൻ നബി പറയാൻ, യാ ബുനൈ, എന്റെ പൊന്നുമകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ഒരു വാപ്പ മകന് നൽകിയ ഒന്നാമത്തെ ഉപദേശമാണ്, മോനെ നീ ശിർക്ക് ചെയ്യരുത്, ഏറ്റവും വലിയ അതിക്രമം ശിർക്കാണ്. എന്താ ഒരാൾ ശിർക്ക് ചെയ്താൽ അവന്റെ അവസ്ഥ? ശിർക്ക് പോലെ ഒരു തിന്മ വേറെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഒരിക്കലും അവനിൽ പങ്കു ചേർക്കപ്പെടുക എന്നത് അവൻ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. ഒരാൾ ശിർക്ക് ചെയ്തുകൊണ്ട് ആ അവസ്ഥയിൽ തന്നെ തൗബ ചെയ്യാതെ മരിച്ചാൽ അല്ലാഹു അത് ഒരാൾക്കും ഒരിക്കലും പുറത്തു കൊടുക്കുന്നതല്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിൽ താഴെയുള്ള തിന്മകൾ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. നീ ചിന്തിക്കുക, അള്ളാഹുവിന്റെ അടുത്ത് പരലോകത്ത് സർവ്വ തിന്മകളുമായി നീ ചെന്നെത്തിയാലും അവൻ ചിലപ്പോൾ നിനക്ക് പുറത്തു നൽകിയേക്കാം. എന്നാൽ ശിർക്കുമായി നീ അള്ളാഹുവിന്റെ അരികിൽ ചെന്നെത്തിയാൽ ലോകത്തുള്ള സർവ്വ നന്മകളും നിനക്കുണ്ടെങ്കിലും 1000 കൊല്ലം നീ നിസ്കരിക്കുകയും ഉഹദ് മലയോളം നീ സ്വർണം ദാനം ചെയ്യുകയും ഉറക്കമില്ലാതെ നീ 1000 കൊല്ലം അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ശിർക്ക് ചെയ്തുകൊണ്ടാണ് നീ അള്ളാഹുവിന്റെ അടുത്തെത്തുന്നത് എങ്കിൽ ആ നന്മകളിൽ ഒന്നുപോലും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. അല്ല ചങ്ങാതി, ഷിർക്ക് പറ്റുമെന്ന് ഇവിടെ ആരാ പറയുന്നത്? മുസ്ലിംകൾപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗം ഷിർക്കിനെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ഷിർക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരും പറയില്ല. ഷിർക്ക് മഹാപാപാന്ന് നിങ്ങൾ ഇത്രയും വലിയ ഗീർവാണ പ്രസംഗമൊന്നും നടത്തേണ്ട ആവശ്യമില്ല. കണ്ണ് തുറച്ചിട്ട് കണ്ട നാടികളൊക്കെ ഇപ്പം പൊട്ടുന്നു തോന്നുന്ന രൂപത്തിൽ ഒച്ചയിട്ടിട്ടുള്ള പ്രസംഗം നടത്തുന്നു. ഇതിൻ്റെ ആവശ്യമൊന്നുണ്ടോ? ഞങ്ങൾക്ക് ആർക്കും ഒരാൾക്കും ഷിർക്ക് പറ്റുമെന്ന് പറയുന്നില്ല. അങ്ങായി ഈ എന്താണ് ഷിർക്ക് അത് പറയും, അതാ നിങ്ങൾ പറയേണ്ടത്. ഇങ്ങനെ വാത് പറഞ്ഞിട്ട് ജനങ്ങളെ കുഴപ്പത്തിലാക്കണ്ട. ഷിർക്ക് എന്താണ് അത് ആദ്യം പറയേ. അത് പറഞ്ഞാലല്ലേ ഷിർക്ക് എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റൂ. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇച്ചങ്ങായി എന്നെ പ്രസംഗിക്കുന്നത് വേറൊരു ക്ലിപ്പിലുണ്ട്, ഹിപ്നോട്ടിസം ചെയ്യൽ ഷിർക്കാണ്. കുടുങ്ങിയില്ല മനുഷ്യന്. ഹിപ്നോട്ടിസം ചെയ്യാൻ പാടില്ല. കാരണം എന്താ? അത് മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അറിയുന്ന സംഗതി, അത് അള്ളാഹ്ക്കേ കഴിയും. അതിന് അടുത്ത് തന്നെ ഇവർ പറയും MRI എടുക്കലും ഷിർക്കാണ്, CT സ്കാൻ എടുക്കലും ഷിർക്കാണ്. കാരണം എന്താ? ഞരമ്പിൻ്റെ ഉള്ളിലുള്ളത് വരെ അതൊന്ന് പുറത്തെടുക്കാൻ പറ്റുമല്ലോ, അത് അള്ളാഹ്ക്കല്ലാതെ കഴിയുമോ അങ്ങനത്തെ രഹസ്യം പുറത്തെടുക്കാൻ? അത് കഴിയും. MRI കൊണ്ടൊന്ന് വിശ്വസിക്കൽ ഷിർക്കാണെന്ന് ഈ പൊട്ടന്മാരെ പറയും അടുത്ത് തന്നെ. വേറൊരു ചങ്ങായി പ്രസംഗിച്ചില്ലേ, എൻ്റെ ഭാര്യനെ ഞാൻ ഗർഭിണിയായാൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകില്ല. കാരണം എൻ്റെ കുട്ടിക്ക് എല്ലാ വാക്സിനേഷൻ കൊടുത്ത് വളർത്താൻ അള്ളാഹ്ക്ക് കഴിയില്ലേ, അത് പോരാ, ഒരു ഗൈനക്കോളജിസ്റ്റും കൂടി വേണം എന്നാണല്ലോ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അർത്ഥം. അത് ഷിർക്കുന്ന, പച്ചയായ ഷിർക്കുന്ന എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യനെ മാത്രമല്ല എൻ്റെ കുടുംബത്തിലോ എനിക്ക് ബന്ധമുള്ള ഒരൊറ്റ പെണ്ണിങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ വിടൂല. അത് ഷിർക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഒരു ചങ്ങായി പ്രസംഗിക്കുന്നുണ്ട്. ഇതാ ഇവരുടെ അവസ്ഥ. എന്തെല്ലാം തരം ഷിർക്കായ ഒരു ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. കണ്ണുവട്ടന്മാർ ആനനെ കണ്ടതുപോലെ. ആനനെ കണ്ട കണ്ണുവട്ടന്മാരെ കഥ കേട്ടിട്ടില്ലേ? ആനൻ്റെ മുതുക് തപ്പിത്തടഞ്ഞ് പിടിച്ച മനുഷ്യൻ മനസ്സിലാക്കിയത് ആന വലിയ മതിൽ പോലെയാണ്. വാല് പിടിച്ച മനുഷ്യൻ മനസ്സിലാക്കിയത് ആന കയറ് പോലത്തെ സംഗതിയാണ്. ആനൻ്റെ കാല് പിടിച്ചങ്ങായി മനസ്സിലാക്കിയത് ആന തെങ്ങ് പോലത്തെ സംഗതിയാണ്. ഇങ്ങനെയാണ് ഓരോരുത്തരും ഓരോ തരം ഷിർക്കിനെ അവതരിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി,
ഈ വയതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആദ്യം ഷിർക്ക് ഇന്നതാണെന്ന് ഉറപ്പിച്ച് പറയും. എത്ര തരം ഷിർക്ക് നിങ്ങൾ ലോകത്ത് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ജിന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ തന്നെ ഷിർക്ക് എന്ന് പറയുന്ന കൂട്ടർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? പിശാച്ച്, ജിന്ന്, അതൊക്കെ അണുക്കളുടെ പേരാണ്. അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്നൊക്കെ പറയാൻ പറഞ്ഞത് അത് രോഗാണുക്കളെ തൊട്ടുള്ള കാവലാണ്. അല്ലാതെ ജിന്ന് എന്ന് പറയുന്ന ഒരു വിഭാഗം മറിഞ്ഞു കിടക്കുന്നുണ്ട്, അങ്ങനത്തെ ഒക്കെ ജിന്നുകളെ കിടങ്ങേറാക്കാൻ കഴിയുമെന്നൊക്കെ വിശ്വസിക്കൽ തന്നെ ഷിർക്ക് എന്ന് പറയുന്ന കൂട്ടർ കൂട്ടത്തിലില്ലേ? ജിന്നിന് സഹായിക്കാൻ കഴിയും, ഇടങ്ങേറാക്കാൻ കഴിയും, ഉപദ്രവിക്കാൻ കഴിയും എന്നൊക്കെ വിശ്വസിച്ചാൽ ഷിർക്ക് എന്ന് പറയുന്ന കൂട്ടരില്ലേ? ജിന്നിനോട് ചോയ്ക്കൽ വരെ ഷിർക്കല്ല എന്ന് പറയുന്ന കൂട്ടരുണ്ട്, ചോയ്ക്കൽ ഷിർക്കാന്ന് പറയുന്ന കൂട്ടരുണ്ട്. സിഹർ, കണ്ണേറ് പോലത്തത് കൊണ്ട് ഇടങ്ങേറാവുമെന്ന് വിശ്വസിക്കൽ ഷിർക്കാണെന്ന് പറയുന്നവരുണ്ട്, അല്ല എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ 100 തരം ഷിർക്കുകൾ നിങ്ങൾ അവതരിപ്പിച്ചിട്ട് ഈ ഷിർക്കിനെ ഇന്നതാണെന്ന് നിങ്ങൾക്ക് ഏകോപിച്ച് കൺക്ലൂഡ് ചെയ്ത് പറയാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയ വളരെ ബാലിശമായ തൗഹീദും ഷിർക്കും അവതരിപ്പിക്കുന്ന നിങ്ങളാണോ ജനങ്ങളോട് ഷിർക്കെന്നകം നിൽക്കാൻ പറയാം? എന്തെന്നറിയാത്ത സംഗതി എന്ന് എങ്ങനെയാ ചങ്ങായിമാരെ അകന്ന് നിൽക്കൽ? ആദ്യം അത് ഇന്നതാണെന്ന് ഉറപ്പിച്ച് പറയും. ഹിപ്നോട്ടിസം ചെയ്യൽ പോലെ ഷിർക്ക് എന്ന് പറയുന്ന ചങ്ങായിയാ ഈ ഗീർവാണത്തിൻ്റെ വാഴ പറയുന്നത്. എല്ലാവരും കണക്കാ, സകലരും പൊട്ടന്മാരാണ്. എന്താണ് ഷിർക്ക്? അത് തൗഹീദിൻ്റെ എതിരാണെന്നുള്ളതിൽ നിങ്ങൾക്കാർക്കും അഭിപ്രായമില്ലല്ലോ. അപ്പം തൗഹീദ് എന്താണെന്ന് തിരിഞ്ഞാൽ അല്ലശിയാവു യതബയ്യനു ബിളിദ്ദിഹി എന്നൊരു തത്വമുണ്ട്. ഒരു കാര്യത്തിൻ്റെ ഓപ്പോസിറ്റ് മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. തൗഹീദ് എന്താണ്? അതും നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. എത്ര തരം തൗഹീദാണ് നിങ്ങൾ അവതരിപ്പിച്ചത്? ഇമാമിങ്ങൾ കൃത്യമായത് വിവരിച്ചു തന്നു. വഹഖീഖത്തു തൗഹീദ് ഇഅ്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യത്തി വഗൈരിഹാ. അല്ലാഹു ഒരുവനാണെന്ന കാര്യത്തിൽ, അഥവാ ഉലൂഹിയ്യത്തിൻ്റെ കാര്യത്തിൽ, ഉലൂഹിയ്യത്തിൻ്റെ ഖവാസ്, അതിൻ്റെ പ്രത്യേകമാകുന്ന ഗുണങ്ങളിലും അള്ളാഹുവിനൊരു പങ്കുകാരുമില്ല എന്ന് വിശ്വസിക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഹഖീഖത്തു എന്ന മുബ്തദയുടെ ഖബർ ഇഅ്തിഖാദുന. അപ്പം തൗഹീദ് വിശ്വാസമാണ്, കർമ്മവും വാക്കൊന്നും അല്ല. അള്ളാഹു ഒരുവനാണെന്ന് വിശ്വസിക്കല തൗഹീദ്. എങ്കിൽ ശിർക്ക് എന്താകണം? ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അള്ളാഹുവിന് സമാനതയുണ്ട് എന്ന് വിശ്വസിക്കലാകണ്ടേ? അപ്പോൾ ഷിർക്കും വിശ്വാസമാണ്. ഷിർക്ക് ചെയ്യാൻ കഴിയുന്ന സംഗതി അല്ല ചങ്ങാതി. അവിടെയാണ് നിങ്ങൾക്ക് പയച്ചത്. ഷിർക്കൊരു വിശ്വാസമാണ്. ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അള്ളാഹുവിന് സമാനതയുണ്ടെന്ന് വിശ്വസിക്കലാണ് ഷിർക്ക്. ചുരുക്കത്തിൽ ഉലൂഹിയത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ ഷിർക്കാണെന്ന് എല്ലാവരും സമ്മതിക്കുമല്ലോ. ഉലൂഹിയത്തിൽ പങ്കു ചേർക്കൽ എന്ന് പറഞ്ഞാൽ ഇലാഹാകുന്ന കാര്യത്തിൽ അള്ളാഹുവിന് മറ്റൊരു പങ്കുകാരനുണ്ട് എന്നോ, അല്ലെങ്കിൽ ഉലൂഹിയത്തിൻ്റെ പ്രത്യേക ഗുണങ്ങളിൽ അള്ളാഹുവിന് മറ്റൊരു പങ്കുകാരനുണ്ട് എന്നോ വിശ്വസിക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇലാഹുമായി ബന്ധപ്പെട്ടതാ ഷിർക്ക്. ഇലാഹ് എന്ന വിശ്വാസം അള്ളാഹുവിന് പറയുമ്പോൾ മറ്റു പലർക്കും ഉണ്ട്, ആ സ്ഥാനമുണ്ടെന്ന് വിശ്വസിക്കാല ഷിർക്ക്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് നിങ്ങൾക്ക് ഈ വലിയ കുഴപ്പത്തിൽ നിങ്ങൾ ചെന്ന് ചാടാൻ കാരണം. ഇനി ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയട്ടെ, എന്താണ് തൗഹീദിൻ്റെ കെലിമത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഇതിലാർക്കും തർക്കമില്ലല്ലോ. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നല്ലേ? അപ്പം എന്താകണം ഷിർക്ക്? അള്ളാഹുവിൻ്റെ പുറമെ മറ്റൊരു ഇലാഹുണ്ട് എന്ന വിശ്വാസമാകട്ടെ, അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ ഷിർക്ക് വരിക? അതന്നെയാ വിഷയം. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് വിശ്വസിക്കൽ തൗഹീദ് ആണെങ്കിൽ, അള്ളാഹുവിൻ്റെ പുറമെ മറ്റൊരു ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കലാണ് ഷിർക്ക്. അത് അള്ളാഹ്ക്ക് 100 കടപിടിക്കുന്ന ഇലാഹനാകണമെന്നില്ല. ഏതെങ്കിലും ഒരു നിലക്കെങ്കിലും അള്ളാഹുവിൻ്റെ ഗുണമുള്ള ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചാലും ഷിർക്കായി. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു സുന്നിയും മറ്റൊരു ഇലാഹിൽ വിശ്വസിക്കുന്നില്ല. മുശ്രിക്കീങ്ങൾ എല്ലാവരും ബഹുദൈവ വിശ്വാസികളായിരുന്നു. അജഅലൽ ആലിഹത ഇലാഹം വാഹിദ ഇന്നഹാ ലശൈഉൻ ഉജാബ് എന്നാ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞത്. മുഹമ്മദ് അല്ല ഇലാഹാണെന്ന് പറഞ്ഞതിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അല്ല ഏറ്റവും വലിയ ഇലാഹാണെന്ന് പറഞ്ഞതിലും കുഴപ്പമില്ല. പക്ഷേ ഒറ്റ ഇലാഹേ പറ്റൂ, അല്ല മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞതാ പ്രശ്നം. പല ഇലാഹുകളെയും കൂടി ഒന്നിച്ചൊറ്റ ഇലാഹാക്കിയതാണോ മുഹമ്മദ്? ഇതൊരു വല്ലാത്ത അത്ഭുതമല്ലേ, ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് മക്കാ മുശ്രിക്കുകൾ ഇവിടെ വാദിച്ചത്. ഖുർആനും പല സ്ഥലത്തും, ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇതേ ആശയം ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. തഖദൂ മിൻ ദൂനിർ റഹ്മാനി ആലിഹ, കണ്ടില്ലേ? ലഅല്ലഹും യൻസറൂൻ. അള്ളാഹുവിന് പുറമെ, റഹ്മാനായ റബ്ബിന് പുറമെ പല ഇലാഹുകളെയും അവരുണ്ടാക്കി, അവർക്ക് സഹായം ചോദിക്കാൻ വേണ്ടി, സഹായം കിട്ടാൻ വേണ്ടി. അപ്പം സഹായം ചോദിച്ചു എന്നുള്ളതല്ല വിഷയം, ആരോട് ചോദിച്ചു എന്നുള്ളതാ. മിന്ദൂനിർ റഹ്മാനി ആലിഹത്തല്ല ലഅല്ലഹും യൻസറൂൻ, ഇലാഹിനോട് സഹായം ചോദിച്ചു എന്നുള്ളതാണ് അവരുടെ കുഴപ്പമെന്ന് അള്ളാഹിൻ്റെ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹുണ്ടെന്ന് വിശ്വസിക്കല. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് തൗഹീദിൻ്റെ കലിമത്തെങ്കിൽ
അതിനെതിരിൽ അള്ളാഹുവിന് പറഞ്ഞ മറ്റൊരു ഇലാഹുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ ആ ശിർക്ക് വരുന്നത്. അല്ലാതെ ലാ നാസിറ ഇല്ലല്ലാ എന്നുള്ളത് തൗഹീദിന്റെ കലിമത്തല്ല, ലാ മുഗീസ ഇല്ലല്ലാ എന്നുള്ളത് തൗഹീദിന്റെ കലിമത്തല്ല. വാസ്തവത്തിൽ അതൊക്കെ യഥാർത്ഥത്തിൽ ശരിയാണെങ്കിലും, അള്ളാഹുവിന് പുറമെ യഥാർത്ഥ സഹായി വേറെ ആരുമില്ല എന്നത് ശരിയാണെങ്കിലും അത് തൗഹീദിന്റെ കലിമത്തായി വന്നിട്ടില്ല. എന്തുകൊണ്ട്? സഹായം ആപേക്ഷികമാണ്, സഹായം നൽകലും ആപേക്ഷികമാണ്. അതെല്ലാം തൗഹീദിനെ നിരക്കാത്ത സംഗതിയായി ഇങ്ങനെയുള്ള വിവരദോഷികൾ വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ കലിമത്തായി കൃത്യമായി അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാകുന്ന ഉലൂഹിയത്തിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. അതാണ് ശിർക്ക്. അല്ലാതെ ശിർക്ക് കണ്ടതിനും കേട്ടതിനൊക്കെ ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അള്ളാഹുവിൻ്റെ യഥാർത്ഥ സ്ഥാനമാകുന്ന ഉലൂഹിയത്തിൽ പങ്കു ചേർക്കുമ്പോഴാണ് അത് ഏറ്റവും വലിയ കുറ്റമാകുന്നത്. കാരണം ഇലാഹാകാനുള്ള യോഗ്യത ഖൽക്കുണ്ടാവുക എന്നുള്ളത്. അഉബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ച റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. അപ്പോൾ ഇബാദത്തിൻ്റെ നിദാനം ഖൽക്കിന് കഴിവുണ്ടാവുക എന്നുള്ളതാണ്. ആ ഖൽക്കിന് കഴിവുള്ള ഖാലിഖായ റബ്ബ്, ആ റബ്ബിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ആൾക്ക് ആ അർഹത നൽകുമ്പോൾ ഒരു പുൽക്കൊടിയെങ്കിലും അവർക്ക് പടക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതില്ല എന്ന് വരുമ്പോൾ കേവലം ഖാലിഖാണെന്ന നിലക്ക് ലഭിക്കേണ്ട ആ യോഗ്യത മറ്റൊരാൾക്ക് നൽകുമ്പോൾ അത് ഏറ്റവും വലിയ പാപമായി തീരുന്നു. അതാണ് ശിർക്ക്, ഉലൂഹിയത്തിൽ പങ്കു ചേർക്കലാണ് എന്ന് കൃത്യമായി ഈ എല്ലാ വിവരദോഷികളും മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം ഈ വിവരദോഷിക്കുള്ള മറുപടി അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.